കോവിഡ് കാലത്ത് നമ്മൾ ശീലിച്ച വർക്ക് ഫ്രം ഹോം സംവിധാനം ഓർമ്മയുണ്ടോ? അതെല്ലാം വീണ്ടും തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. പോരാട്ടത്തിന് അടുത്ത ഒരു വർഷത്തേക്ക് കല്യാണങ്ങൾക്ക് സ്വർണം വാങ്ങുന്നതും ഒന്ന് മാറ്റിവെക്കാൻ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എന്തിനാണ് പെട്ടെന്നൊരു ദിവസം പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നത്? എന്താണ് മോദിയുടെ ഈ മുന്നറിയിപ്പിന് പിന്നിലെ യഥാർത്ഥ കാരണം? പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ലോകമെമ്പാടും വലിയൊരു എണ്ണ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരം സംരക്ഷിക്കുന്നതിനായി ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കാനും അത്യാവശ്യമില്ലാത്ത വിദേശ യാത്രകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് പുറമെ പാചക എണ്ണയുടെ പ്രയോഗം കുറയ്ക്കാനും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാസവളങ്ങൾക്ക് പകരം പ്രകൃതിദത്ത കൃഷിയിലേക്ക് മാറാനും അദ്ദേഹം കർഷകരോട് ആവശ്യപ്പെട്ടു. രാജ്യ താല്പര്യം മുൻനിർത്തി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം എന്നാണ് പ്രധാനമന്ത്രിയുടെ മറ്റൊരു പ്രധാന നിർദ്ദേശം. കല്യാണത്തിന് സ്വർണമില്ലാതെ എന്താഘോഷമെന്ന് ചിന്തിക്കുന്ന നമ്മൾ ഇന്ത്യക്കാർക്ക് അതൊരു ചെറിയ ഷോക്കാണെങ്കിലും ഈ അഭ്യർത്ഥനയ്ക്ക് പിന്നിലെ സാമ്പത്തിക യാഥാർത്ഥ്യം വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിരോധത്തിലേക്ക് കടക്കുന്നത്? പ്രധാന കാരണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളാണ്. ലോകത്തിലെ 20% എണ്ണയും കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം യുദ്ധം കാരണം വലിയ തോതിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 നിന്ന് $126 കുതിച്ചുയർന്നു. അമേരിക്ക മുതൽ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ വരെ ഇതിന്റെ ആഘാതം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശ്രീലങ്ക തൊഴിൽ ദിനങ്ങൾ വെട്ടിച്ചുരുക്കിയപ്പോൾ ബംഗ്ലാദേശ് ഇന്ധന റേഷനിങ് വരെ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇന്ത്യയിൽ ഇതുവരെ വില വർധനം ഉണ്ടായിട്ടില്ലെങ്കിലും മെയ് 15 മുൻപ് തന്നെ പെട്രോൾ, ഡീസൽ വിലകളിൽ വലിയൊരു മാറ്റം ഉണ്ടായേക്കാം എന്നാണ് സൂചന. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആദ്യത്തെ വലിയ വില വർധനമായിരിക്കും ഇത്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ എണ്ണ കമ്പനികൾക്ക് നിലവിൽ മാസം 30,000 കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. നിലവിൽ ആഗോള വിപണിയിലെ വില വെച്ച് നോക്കുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 24 രൂപയും ഡീസലിന് 30 രൂപയും കമ്പനികളും സർക്കാരും സ്വന്തം നിലയിൽ സഹിച്ചാണ് ജനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത്. എന്നാൽ പുതിയ തീരുമാനം വന്നാൽ പെട്രോളിനും ഡീസലിനും 4 മുതൽ 5 രൂപ വരെയും ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെയും വില കൂടിയേക്കാം. ആഗോളതലത്തിൽ ഇന്ധനക്ഷാമം ഉണ്ടായപ്പോൾ ഇന്ത്യ ഇതുവരെ പിടിച്ചു നിന്നത് റഷ്യയിൽ നിന്നും മറ്റും എണ്ണ വാങ്ങിയും പ്രതിദിനം LPG ഉൽപാദനം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി ഉയർത്തിയുമൊക്കെയാണ്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കുറച്ചതും സാധാരണക്കാർക്ക് ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ ആഗോള പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുമ്പോൾ സർക്കാരിന് മാത്രം ഈ ബാധ്യത താങ്ങാനാകില്ല. അതുകൊണ്ടാണ് ജനങ്ങളോട് സ്വന്തം ചെലവുകൾ കുറയ്ക്കാനും വർക്ക് ഫ്രം ഹോം പോലുള്ള ശീലങ്ങൾ തിരികെ കൊണ്ടുവരാനും സാധ്യമായവരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ ഇന്ധനവില വർധനവ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഉണരേണ്ടി വരും. യുദ്ധം കാരണം ലോകം ഇപ്പോൾ മന്ദഗതിയിലാണ് പോകുന്നത്. ദിനം പ്രതി ലോകത്തിന്റെ വേഗത കുറഞ്ഞു വരികയാണ്. ഇതുവരെ നമ്മളെ അത് അറിയിക്കാതെ നമ്മുടെ കേന്ദ്ര സർക്കാർ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ മെല്ലെ മെല്ലെ നമ്മൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഉണരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വേഗതയും ഒന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.